എന്താവുന്നൊന്നും അറിയില്ല. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇതിനു മുൻപ് മീൻമുട്ടി വാട്ടർഫോൾസിൻ്റെ ഒരു വ്ളോഗ് ചെയ്തിരുന്നു. ഇതതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നമ്മുടെ ഫസ്റ്റ് വീഡിയോ കാണാത്തവരാണെങ്കിൽ ഞാൻ മുകൾ ഭാഗത്ത് കാർട്ടിലായിട്ട് ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ അത് കണ്ടിട്ട് ഇത് കാണുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. വാട്ടർഫോൾസ് കാണാൻ വേണ്ടി നമ്മൾ കയറിയ മലയാണ് ആ കാണുന്നത്. ഇത് ആ മലൻ്റെയും അതുപോലെ തന്നെ ബാണാസുര ഡാമിൻ്റെയും ബാക്ക് സൈഡായിട്ട് വരുന്നതാണ് കേട്ടോ. ഈ വഴി മീൻമുട്ടി വാട്ടർഫോൾസിലേക്ക് പോകുന്ന അതേ റൂട്ടിന് വന്നിട്ട് മുകളിലേക്ക് കയറാതെ അവിടുന്ന് നേരെ പോയാൽ ഒരു നാലുംകൂടി ഒരു ജംഗ്ഷനിൽ നമ്മളെത്തും. നാലുംകൂടി ജംഗ്ഷനിൽ വലത് ഭാഗത്തൊരു ചർച്ചും ഇടത് ഭാഗത്തേക്ക് ഒരു കല്ലിട്ട റോഡും കാണാം. അപ്പം നമ്മൾ ആ കല്ലിട്ട റോഡിനാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് നമ്മുടെ മലനിരകളൊക്കെ ഇങ്ങനെ കറക്റ്റ് കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ വന്നതും പിന്നെ എന്താ പറയുക, ഓപ്പോസിറ്റ് സൈഡിലായിട്ടുള്ള വേറെ മലകളും പിന്നെ ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് റിസോർട്ടും കാര്യങ്ങളും കാണുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ചർച്ച്. ഈ ചർച്ചിൻ്റെ നേർ ഓപ്പോസിറ്റായിട്ട് വരുന്നതാണ് നമ്മുടെ ഈ റോഡ്. ഈ റോഡിനാണ് നമ്മൾ പോകേണ്ടത്. ആ റോഡിന് പോകുമ്പോൾ കറക്റ്റ് നമ്മൾ പറഞ്ഞ ആ സ്ഥലത്ത് ഫോറസ്റ്റിൻ്റെ ഭാഗങ്ങളിൽ പെട്ടതാണ് കേട്ടോ ഇതെല്ലാം. അതായത് അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ബാക്കിയുള്ളവരുമാണ് താമസിക്കുന്നത്. ഈ ഭാഗങ്ങളിൽ നമ്മുടെ നാട്ടിൽ പണിയരെന്ന് പറയും, അതായത് ഈ ആദിവാസി ആ ഒരു വിഭാഗത്തിൽ പെട്ടവരും കൂടി താമസിക്കുന്നുണ്ട്. പിന്നെ ഈ വഴിയൊക്കെ കണ്ടോ നമ്മൾ പോകുന്നത്. വലിയ സൗകര്യങ്ങളൊന്നുമില്ല, എന്നാലും ഒരു ചെറിയ റോഡ് അങ്ങനെ പറയാം. ഇതൊക്കെ ഫോറസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള വീടായതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ കാണുന്നത്. അവിടെയൊക്കെ ഉദ്യോഗസ്ഥന്മാർ മാത്രമാണുള്ളത്. പിന്നെ ഈ വഴിക്കൊക്കെ കണ്ടോ നമ്മൾ പോകുന്നത്. നമ്മൾ വന്ന വഴിയാണ് ഈ കാണുന്നത്. റോഡൊന്നും തീരെ സെറ്റല്ല. റോഡെന്ന് പറയാനില്ല, ഒരു വഴി വെട്ടി വെച്ചിരിക്കുന്നതെന്ന് മാത്രം. ഞങ്ങൾ വണ്ടി അവിടെ നിർത്തിയിട്ട് ഷജിൽക്ക മോളെടുത്തിട്ട് നടന്നാണ് പോകുന്നത്. ഒരാൾക്ക് ഇങ്ങനെ നടന്ന് പോകാനുള്ള ദൂരം അത്രയേ ഉള്ളൂ. എന്താവുന്നൊന്നും അറിയുന്നില്ല. കാണാൻ അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട്. ഭയങ്കര എനിക്ക് ശരിക്കും മീൻമുട്ടി വാട്ടർഫോൾസിനേക്കാളും കാണാൻ ഞാൻ ആഗ്രഹിച്ചത് ഈ ഒരു സ്ഥലമാട്ടോ. കാരണം ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരു സ്വിറ്റ്സർലാൻഡിൻ്റെ ലുക്കായിരുന്നു എനിക്ക് തോന്നിയത്. ഒരു മലപ്രദേശം, പിന്നെ അതിൻ്റെ താഴ്വാരയിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളം, അങ്ങനെയാണ്. ഇതാണ് നമ്മൾ പോയ ഈ രണ്ട് മലകൾ കാണുന്നില്ലേ, ഇതിൻ്റെ മുകളിലുള്ള വാട്ടർഫോൾസിലേക്കാണ് നമ്മൾ പോയത്. നമ്മൾ ഫസ്റ്റ് ഈ ഭാഗത്തേക്ക് ഇറങ്ങിയിട്ട് റൈറ്റ് സൈഡിലേക്കാണ് നടന്ന് നോക്കുന്നത്. റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ബാണാസുര ഡാമിൻ്റെ ഭാഗം, ഈ ഭാഗമാട്ടോ ഞാൻ പറഞ്ഞത്. ഈ ഭാഗം കണ്ടപ്പോഴാണ് എനിക്ക് ആ ഒരു സ്വിറ്റ്സർലാൻഡിൻ്റെ ഫീൽ എന്ന് പറഞ്ഞത്. എൻ്റെ ഫേസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മൾ വേറെ ഏതോ ഒരു നാട്ടിൽ ചെന്ന പോലെ തോന്നുന്നത്. എത്രയോ ദൂരെ ചെന്ന പോലെ, ഒരു തണുത്ത കാറ്റും അടിപൊളി ക്ലൈമറ്റും. ഒന്നാമത് ആ മലൻ്റെ മുകളിൽ മഴ പെയ്യുന്നുണ്ട്. ബെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ. ഈ മലകളും അതിൻ്റെ ആ ഒരു സൗന്ദര്യവും പിന്നെ അതിൻ്റെ താഴ്വാരയിലൂടെ ഈ ഒഴുകുന്ന ഈ പുഴയും എല്ലാം അടിപൊളിയാണ്. പിന്നെ നമുക്കിത് നടന്നു പോകാനുള്ള ഒരാൾക്ക് നടന്നു പോവാം. ആ ഒരു ലെവലിൽ ഇങ്ങനെ നടന്നതിൻ്റെ കാൽപ്പാടിൻ്റെ ഈ അടയാളമുണ്ട്. ഞാനിങ്ങനെ വീഡിയോ എടുത്ത് പതുക്കെയാണ് നടക്കുന്നത്, പക്ഷേ ഷൈജൽക്ക സോന എടുത്തിട്ട് സ്പീഡ് പോകുന്നുണ്ട്. അവിടെ നമുക്ക് സ്പീഡ് ബോട്ടൊക്കെ കാണാൻ പറ്റും. അതായത് നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ബാണാസുര ഡാം വരുന്നത്. അപ്പം അവിടെ ഉള്ളവർ ഈ ബോട്ടിങ് ചെയ്യുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ശരിക്കും എല്ലാവരും ബാണാസുര ഡാം കാണുക, അവിടുത്തെ ഭംഗി ആസ്വദിക്കുക എന്നായിരിക്കും വിചാരിക്കുന്നത്. പക്ഷെ അതിനേക്കാളും എത്രയോ ഇരട്ടി ഭംഗിയുള്ളത് ഈ ഒരു ഭാഗത്താട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഫോണിൽ കാണുമ്പോൾ അതിനേക്കാളും എത്രയോ ഇരട്ടിയാണ് കേട്ടോ റിയലിൽ നമ്മൾ കാണുന്നത്. പിന്നെ ഒരു ഇളം കാറ്റുണ്ട്. അത് ഇളം കാറ്റ് നല്ല തണുത്ത കാറ്റ്. നമുക്കിങ്ങനെ എന്താ പറയുക, നമ്മൾ തഴുകി പോകാന്നൊക്കെ പറയില്ലേ, അതുപോലായിട്ട് നല്ല കുളിർമ തരുന്നൊരു കാറ്റ് തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ ബെസ്റ്റ് പാർട്ട് അവിടുത്തെ ക്ലൈമറ്റാണ്. അതിൽ നമ്മൾ നിന്നു പോവും, നമുക്ക് പോരാനേ തോന്നൂല ആ ഒരു ക്ലൈമറ്റിൽ. പിന്നെ ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ നല്ല ആഴമുണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്നും കാണുമ്പോൾ മനസ്സിലാവില്ല. ഈ ഓളങ്ങൾ അടിക്കുന്നതൊക്കെ നമുക്ക് ശരിക്കും കടലിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ, ആ തീരപ്രദേശത്ത് നിൽക്കുമ്പോൾ കിട്ടുന്ന ശബ്ദത്തിൻ്റെ അത്ര ഉയരത്തിലല്ലെങ്കിലും അതിൻ്റെ ഒരു കുറച്ചൊരു ലെവൽ താഴ്ന്നിട്ടാണെങ്കിലും അതുപോലെ ഓളങ്ങൾ അടിക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്.
ഈ തലയുയർത്തി നിൽക്കുന്ന കൂറ്റൻ മലകളും അതിനടുത്തുള്ള ഈ താഴ്വാരം അടിപൊളിയാണ്. നിങ്ങൾ വയനാട് കയറുന്നവരാണെങ്കിൽ ഈ ഭാഗങ്ങളൊക്കെ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്തേ പറ്റും. മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള പ്ലേസാണ്. നിങ്ങൾ ഈ കേട്ടിട്ടുള്ള ബാണാസുരയും പിന്നെ പല ഡാമും കാര്യങ്ങളൊക്കെ കേട്ടതിനേക്കാളും ബെറ്ററാണിത്. ഈ കാണിക്കുന്ന ഹൈറ്റിലോളം വെള്ളം വന്നിട്ടുണ്ട് ഈ ഭാഗത്ത്. അതായത് ഞാൻ നിൽക്കുന്നതിനേക്കാൾ ഉയരത്തിലാണ് കേട്ടോ. 2018 വെള്ളപ്പൊക്കത്തിനൊക്കെ ഇതിനേക്കാളും ഹൈറ്റിൽ വെള്ളം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. വെള്ളം നിന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു 2 കെട്ടായിട്ട് വരുന്നത്. അത് കുറച്ച് ഉയരം കൂടിയിട്ടുള്ള ഒരു ഭാഗം, നമ്മൾ നിൽക്കുന്നത് കുറച്ചൊരു എൻ്റെ ഹൈറ്റോളം താന്നിട്ടുള്ള ഒരു ഭാഗമായിട്ട്. ഇതാണ് അവിടെയുള്ള ചെറിയ ചെറിയ മലകൾ. അതായത് പണ്ട് ഈ ഭാഗമൊക്കെ ടൗണായിരുന്നു എന്നാണ് കേട്ടത്. പിന്നാണ് ഇത് ഡാം പോലെ ആക്കിയതും ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിന്നതും ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയതൊക്കെ പിന്നീടാണ്. ആ ബോട്ട് നമ്മുടെ അടുത്തേക്ക് വരില്ല, ആ ഒരു ഭാഗങ്ങളിൽ ബോട്ടിങ് കേട്ടോ. അത് തലയുയർത്തി നിൽക്കുന്ന മലകൾ അടിപൊളിയാണ് കേട്ടോ. ഈ കാഴ്ചകളെല്ലാം ആ ഭാഗങ്ങളിലാണ് കേട്ടോ നമ്മൾ ഡാമും അതുപോലെ തന്നെ ഡാമിൻ്റെ സെറ്ററും ആൾക്കാരൊക്കെ വരുന്നതും കാണാൻ പറ്റിയ സ്ഥലമൊക്കെ വരുന്നത്, ബോട്ടിങ് ചെയ്യുന്നത് കണ്ടില്ലേ, അതൊക്കെ അങ്ങോട്ടുള്ള ഭാഗങ്ങളിലാണ്. അതിൻ്റെ നേരെ എതിർ വശത്തായിട്ടാണ് നമ്മളുള്ളത്. അവിടെ നിന്ന് നോക്കിയ സത്യം പറഞ്ഞാൽ കാണുക പോലുമില്ല. ഈ പ്രദേശത്തൊക്കെ ചിലരൊക്കെ കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ്. ഈ നേരെ കാണുന്നത് ഒരു റിസോർട്ടാണ് കേട്ടോ. നമ്മുടെ പടിഞ്ഞാറത്തറ ഭാഗത്തായിട്ട് വരുന്നൊരു റിസോർട്ടാണ്. ഞാൻ ആലോചിക്കായിരുന്നു അവിടെയുള്ള വ്യൂ എങ്ങനെ ആയിരിക്കും. ഈ ഒരു പ്രകാശം വരുന്നത് കണ്ടോ, അതായത് ഈ കാറിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ സൂര്യൻ്റെ വെളിച്ചം വരുന്നത്, ഇതൊക്കെ ഉണ്ടല്ലോ ഒരു പ്രത്യേക വൈബ് തരുന്ന ഒരു കാഴ്ചകൾ തന്നെ ആയിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ആ അറ്റത്ത് വരെ പോകണമെന്നുണ്ട്. മാക്സിമം ഞാൻ വീഡിയോയിൽ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വീഡിയോയിൽ കാണുന്നതിനേക്കാളും എത്രയോ ഭംഗിയാണ് നമ്മൾ റിയാലിറ്റിയിൽ കാണാൻ. പിന്നെ നമ്മളീ പോകുന്ന വഴിക്കൊക്കെ വലിയ വലിയ പാറകളും മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ നമ്മൾ കാണുന്നതാണെങ്കിലും വലിയ മരങ്ങളാണ്. പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന മരങ്ങളുടെ അവശിഷ്ടങ്ങളായിട്ടാണ് കാണുന്നത്. പിന്നെ അവിടെ ഇങ്ങനെ കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കോട ഇറങ്ങിയതാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. നമ്മൾ വയനാട് ചുരം കയറുന്ന സമയത്ത് ചില ടൈമുകളിൽ നല്ല മഴയും അല്ലെങ്കിൽ ഡിസംബർ മാസങ്ങളിലൊക്കെ ഇതുപോലെ കോട കാണാറുണ്ട്. വൈത്തിരി അടുത്ത് വരെ ഉണ്ടാവും. അതുപോലെ കോടയൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഈ കൂറ്റൻ മലകളുടെ ഒരു ചിത്രം ഉണ്ടല്ലോ, അത് നമ്മുടെ കണ്ണിന് മായൂല. ഇതൊക്കെ പണ്ടുണ്ടായിരുന്ന മരങ്ങളുടെ അവശിഷ്ടങ്ങളായിട്ടാണ് കേട്ടോ. ഈ ഭാഗങ്ങളിലേക്കൊക്കെ നല്ല ആഴമാണ് കേട്ടോ. അങ്ങനെ ഉയർന്നു വരുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു. വെള്ളത്തിൻ്റെ ഓളങ്ങൾ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഭാഗത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് പോയത്. പിന്നെ അവിടെ ഇറങ്ങണ്ട, കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച്. ആ ഭാഗത്ത് ഇനി ആയ ഉണ്ടെങ്കിലോ, ഇവിടെ നിന്നൊക്കെ നോക്കിയിട്ട് എനിക്ക് ആയുള്ള പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങണ്ട, കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് അവിടെ ഈ വീതി കുറഞ്ഞു വരുന്നുണ്ട്. ഇതാ ഞാൻ പറഞ്ഞ പാറക്കഷ്ണങ്ങൾ, പാറക്കല്ലുകൾ ആയിട്ട് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കാണുന്നുണ്ട്. ആ ഭാഗത്തേക്ക് ഇതിൻ്റെ വീതി കുറവാണ്. അപ്പോൾ അവിടെ ഇരുന്ന് കളിക്കുമ്പോൾ അത്ര വലിയ പ്രശ്നം വരില്ലല്ലോ. മോൾക്കാണെങ്കിലും വെള്ളത്തിലേക്ക് ഇറങ്ങണം. അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ഇവിടെ ഒന്ന് ഇറങ്ങാണ്ട് ആ ഭാഗങ്ങളിലൊക്കെ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ എൻഡ് വരെ എനിക്ക് പോകണം എന്നുണ്ടെന്ന്. ആ ഭാഗങ്ങളിലേക്ക് നല്ല ഭംഗി വരുന്നുണ്ട് കേട്ടോ. കാലികൾ, അതായത് പശുവൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വരുന്ന സമയത്താണ് പശുവിനൊക്കെ മുകളിലോട്ട് കൊണ്ടുപോയത്. ഈ ഒരു ഭാഗമാണ് ഞാൻ സ്വിറ്റ്സർലാൻഡിൽ നിന്ന്. ആ ഒരു ഭംഗി ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. മാക്സിമം കാണാൻ പറ്റുന്നവരാണെങ്കിൽ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്തിട്ട് ഉള്ള ആ ഒരു ഭംഗി നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ കിട്ടൂല കേട്ടോ. വലിയ വലിയ പാറകളാണ് കേട്ടോ ഈ ഭാഗങ്ങളിലൊക്കെ. ചെറുതായിട്ട് ഈ അരുവിൻ്റെ സൈഡിലൂടെ നടന്നു പോകുമ്പോൾ നല്ല രസമുണ്ട്. ഓളങ്ങളും ആ തണുപ്പും എല്ലാം ആയിട്ട്. ഇവിടെയൊക്കെ നമ്മൾ വിചാരിക്കും വലിയ ആയില്ല, പക്ഷേ ഈ കാല് തെറ്റിയാൽ നല്ല ആഴത്തിലേക്കാട്ടോ നമ്മൾ പോവുക. കണ്ണാടിച്ചില്ല് പോലത്തെ വെള്ളമാണ് കേട്ടോ ഈ ഭാഗങ്ങളിലൊക്കെ. നമുക്കിങ്ങനെ കുടിക്കാനൊക്കെ തോന്നും. പിന്നെ കുടിച്ചിട്ടൊന്നുമില്ല, പക്ഷേ കുടിക്കാനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ വെള്ളമാണ് ഇത്. ആ ഭാഗത്തുള്ളൊരു കുട്ടി വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. അവന് കുളിക്കാൻ സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് ഇതിലാണ് കുളിക്കുക എന്ന് പറയുന്നത്. അവന് ഈ ഒരു ലെവലിലാണ് കേട്ടോ ആയുള്ളത്. എന്നും കുളിക്കുന്നവനാന്ന് തോന്നുന്നുണ്ട്. അവനക്ക് ആയം
കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ അവൻ്റെ പേരൻ്റാണ് അത്. ഒരു മീൻ പിടിക്കാനും അലക്കാനും എല്ലാത്തിനും കൂടി വന്നതാണ്. ഞാൻ ഈ ഭാഗങ്ങളിലേക്ക് ലക്ഷ്യമിട്ടിട്ടാണ് വന്നത്. ഇവിടെ ആകുമ്പോൾ നമുക്ക് പാറൻ്റെ മുകളിൽ ഇരുന്നിട്ട് കളിക്കുകയും ചെയ്യാം, വെള്ളത്തിൽ മുകൾക്കും ഇറങ്ങണമെന്നുണ്ട്. അപ്പോൾ അവൾക്കും ഒന്ന് ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഭാഗങ്ങളിലേക്ക് വന്നത്. വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ, ഈ പാറൻ്റെ മുകളിലൂടെ ഒലിച്ചിങ്ങനെ ഇറങ്ങുന്നത്. പിന്നെ എൻ്റെ സ്ഥിരം പരിപാടിയായിട്ടുള്ള കുറച്ച് ഫോട്ടോസും റീൽസും അത് നമുക്ക് മസ്റ്റാണല്ലോ, അവിടെ ചെന്നപ്പോഴും എടുത്തു. പിന്നെ ഈ പാറക്കെട്ടിൻ്റെ മുകളിലൂടെ നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു. വഴുക്കലൊന്നുമില്ല, കുറച്ച് ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടുകളാണല്ലോ, വഴുക്കലൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ഒന്നിലേക്ക് ഇങ്ങനെ ചാടി ചാടി നടക്കാൻ നല്ലതുണ്ടായിരുന്നു. പിന്നെ ആ വെള്ളത്തിൽ മീൻ കുഞ്ഞുങ്ങളെ കാണുന്നുണ്ട്. എന്തായാലും നമുക്കൊരു അടിപൊളി വൈബ് തന്നിരുന്നു കേട്ടോ ഈ യാത്ര. നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. ഇനിയും ഇതുപോലുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ ഇങ്ങനെ കല്ലിങ്ങനെ കെട്ടി വെച്ച പോലെ ഉണ്ട്, അതായത് നമ്മുടെ മതിൽ കെട്ടൂലേ ചുമര്, അതുപോലെ ഇങ്ങനെ അടുക്കടുക്കായിട്ട് കല്ല് വെച്ചിട്ടുണ്ട്. പിന്നെ അവർ മീൻ പിടിക്കാനും അലക്കാനും പിന്നെ അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ചേച്ചിനായിട്ട് സംസാരിച്ച സമയത്ത് ചേച്ചി പറഞ്ഞു ഇങ്ങനെ ഒരു പ്ലേറ്റല്ല ഒരു പാത്രത്തിൽ ചോറ് ഇട്ടിട്ട് അതിനൊരു തുള വെച്ചിട്ട് ഇങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി വെക്കുന്നതാണ്. എന്നോട് എൻ്റെ വീഡിയോ എടുക്കണ്ട, എൻ്റെ ഫേസ് കുടുങ്ങണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ, എന്നാൽ പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവരെ അലക്കാനും പിന്നെ ഈ മീൻ പിടിച്ചിട്ട് ഈ മീൻ അവർ കഴിക്കുമെന്ന് പറഞ്ഞു, പൊരിച്ചിട്ട് കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കുടുങ്ങുന്നുണ്ടോ നോക്കി ഞാൻ കുറേ നേരം നിന്ന്. നമ്മളൊന്നും കഴിക്കുന്ന ടൈപ്പ് മീനല്ല കേട്ടോ, വളരെ ചെറിയ ടൈപ്പ് മീനാണുള്ളത്. ടൈഗർ ഫിഷ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ആ ഒരു ടൈപ്പായിരുന്നു. എന്തായാലും ഒരുപാട് മീനുണ്ട്. ഇവർ പറഞ്ഞ ചെറിയ പരലാണത് എന്നാൽ ആ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ആളുകൾ തിരുമ്പുന്നുണ്ട് കേട്ടോ. അവരൊക്കെ ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്നവരാന്ന് പറഞ്ഞു. ഇത് കണ്ടില്ലേ, ഈ മീനിൻ്റെ മുകളിൽ ഇങ്ങനെ വരല്ല ആ മീനാണ് കേട്ടോ ടൈഗർ എന്ന് പറയാം. അങ്ങനത്തെ മീനും പിന്നെ കുറച്ചും കൂടി വലിപ്പം വീതിയൊക്കെ ഉള്ള ടൈപ്പ് മീനും അങ്ങനെയുള്ള മീനൊക്കെ അതിൽ കയറുന്നുണ്ടായിരുന്നു കേട്ടോ. 2 പാറക്കെട്ടിനിടയിലായിട്ട് ആണിത് വെച്ചത്. ഇങ്ങനെ വെച്ചിട്ട് ഇവർക്ക് കിട്ടലുണ്ട് എന്നാണ് പറഞ്ഞത്. ഇതുപോലത്തെ മീനും പിന്നെ നല്ല മഴക്കാലമാണെങ്കിൽ ഇതിനേക്കാൾ കുറച്ചും കൂടി വലിയ ടൈപ്പ് മീനും കൂടി ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇങ്ങനത്തെ 2 പാത്രം വെച്ചിട്ടുണ്ട്, ഈ പാറക്കെട്ടിൻ്റെ ഈ ഭാഗത്തും പിന്നെ കുറച്ചുകൂടി ആയുള്ള ആ ഭാഗത്തേക്കും. ഇതാ മോന് ഈ മീൻ പിടിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഷൈജൽക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷൈജൽക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് കയറുന്നുണ്ടോ ഇല്ലയെന്ന്. എന്നിട്ട് ഇങ്ങനെ പറയണ്ട, 1 കയറി 2 കയറി. അങ്ങനെ എണ്ണ എടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞു അങ്ങനെ എണ്ണ എടുക്കരുത്, അങ്ങനെ എണ്ണ എടുത്താൽ മീൻ കിട്ടൂലെന്നോ അങ്ങനെ എന്തൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എണ്ണ എടുത്തിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ക്യാമറ എടുത്തു നിന്നു. ഇത് അവിടുത്തെ മോനെടുത്തു കേട്ടോ, നേരത്തെ നമ്മൾ കണ്ടിരുന്നില്ലേ, അവന് ഡ്രസ്സൊക്കെ ഒരു കുളിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, വാറിൻ്റെ മുകളിൽ കയറുന്നുണ്ട്. അവർക്കൊക്കെ നല്ല പരിചിതമായ സ്ഥലമായതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ നിൽക്കുന്ന ഈ പാറിൻ്റെ അടുത്തേക്കൊക്കെ മീനിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇതാ മീനിങ്ങനെ ഉണ്ട്. മീനിന് വലിയ പേടിയൊന്നുമില്ല തോന്നുന്നുണ്ട്. ആൾക്കാരുണ്ടെങ്കിൽ അനക്കുണ്ടെങ്കിൽ മീൻ പൊതുവേ വരാറില്ല. പക്ഷേ ഈ മീനിന് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് ചേച്ചി അവിടെ നിന്ന് എടുത്തിട്ട് മാറ്റി വെക്കുന്ന കേട്ടോ. അതിന് കുറച്ച് മീനിനെടുത്തിട്ട് സ്ഥലം മാറ്റി വെക്കുന്നതാണ്. വെള്ളം അനങ്ങണ്ട, ആ ഭാഗത്തേക്ക് കുറച്ചുകൂടെ കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇവർ അലക്കുന്നുണ്ട്. പിന്നെന്താ പറയുക, അവരുടേതായ കാര്യങ്ങളുണ്ട്. ആ ഭാഗങ്ങളിലേക്ക് ആൾക്കാരെ കാണുന്നുണ്ട് കേട്ടോ. അവർ ഇതുപോലെ അലക്കാനും കുളിക്കാനൊക്കെ വന്നതാന്ന് പറഞ്ഞു. അവിടെ തീരെ വെള്ളമില്ല എന്ന് പറഞ്ഞു. ജസ്റ്റ് നമ്മൾ ബക്കറ്റ് കൊണ്ട് മുക്കി, അതായത് ചെറിയ പാട്ടോണ്ട് ഒരുപാട് നേരം വെള്ളത്തിലൊക്കെ കളിച്ച് ഇനി തിരിച്ചു പോവാന്നാണ് വിചാരിക്കുന്നത്. ആ സമയം കൊണ്ട് ജോയി അവിടെ ഉള്ളവരായിട്ടിരിക്കും നല്ല കമ്പനിയായി. എല്ലാവരോടും ടാറ്റൊക്കെ പറഞ്ഞ് ഓരോരുത്തരുടെ പേര് വിളിച്ച് ടാറ്റ, ചേച്ചി ബായ്, ഉപ്പാപ്പ ബായ് എന്ന്. Papa Tata, Chechi Tata. അവരാണെങ്കിലും അങ്ങനെ തന്നെ തിരിച്ച് ടാറ്റ പറയുന്നുണ്ട്. അവിടെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പോകുന്നതൊക്കെ. അപ്പം ഞങ്ങൾ പിന്നെ തിരിച്ച് വരുന്നതാണ്. പിന്നെ ആ വരുന്ന വഴിക്ക് നമ്മുടെ ഒരു അടയാളാട്ടോ ആ ബോഗൻവില്ല. ഇതിലേ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ബോഗൻവില്ല കാണണം. അങ്ങനെയാണ് നമുക്ക് വഴി പറഞ്ഞെന്ന ആൾ പറഞ്ഞത്. അപ്പം ഞങ്ങൾ തിരിച്ച് വരികയാണ്. കണ്ണിനും മനസ്സിനൊക്കെ ഒരുപാട് കുളിർമ നൽകിയ കാഴ്ചകളും ഓർമ്മകളും സമ്മാനിച്ച് ഞങ്ങളിതാ പോവാണ്. അപ്പോൾ ഓക്കെ, ബായ്.